നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പത്തനംതിട്ട ജില്ല ഒട്ടാകെ കാറ്റിൽ മരങ്ങൾ കടപുഴകി. ഈരാറ്റുപേട്ട വേലുകാണാംപാറയിൽ വൻമരം കടപുഴകി വീണു. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. സമ്മേളനം സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മുണ്ടക്കയം കടമാൻകുളം പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പാലത്തിന്റെ മുകളിൽ തടികൾ സ്ഥാപിച്ച് ഗതാഗതം സുരക്ഷിതമാക്കും. പുതിയ കേഡർ സ്ഥാപിക്കും. പശ്ചിമ ബംഗാളിന്റെ തീരത്തിന് മുകളിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം മഴ കനക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. പശ്ചിമ ബംഗാളിന്റെ തീരത്തിന് മുകളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ വേലുകാണാംപാറയിൽ വൻമരം കടപുഴകി വീണു. ഫയർഫോഴ്സും ടീം എമർജൻസിയും ചേർന്ന് മരം വെട്ടിമാറ്റി. പ്രദേശത്ത് ഗതാഗതം സ്തംഭിച്ചു. ഉച്ചയ്ക്കുണ്ടായ ശക്തമായ മഴയിലാണ് മരം റോഡിലേക്ക് വീണത്. ഈ സമയത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മഴ കനക്കുന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ സേന അറിയിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ആഞ്ഞുവീശിയ കാറ്റിൽ പത്തനംതിട്ട ജില്ല ഒട്ടാകെ വ്യാപക നാശനഷ്ടം. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:00-ഓടെയാണ് കാറ്റ് വീശിയത്. അല്പസമയം മാത്രമേ കാറ്റിന്റെ തീവ്രത നീണ്ടുനിന്നുള്ളൂവെങ്കിലും ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. മഴയ്ക്ക് മുന്നോടിയായി ഉണ്ടായ കാറ്റിൽ മരങ്ങൾ വ്യാപകമായി കടപുഴകി. നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. മരം കടപുഴകി വീണ് ആനിക്കാട് തെങ്ങണാമണ്ടിൽ ES രാമകൃഷ്ണന്റെ വീട് ഭാഗികമായി തകർന്നു. ആസ്ബറ്റോസ് ഷീറ്റ് കഷ്ണങ്ങൾ വീണ് മകൻ മനീഷിന് പരിക്കേറ്റു. കാറ്റിൽ വൈദ്യുത പോസ്റ്റുകൾ നിലംപതിച്ചും ലൈനുകൾ പൊട്ടിവീണും KSEBിക്കും വൻ നഷ്ടമുണ്ടായിട്ടുണ്ട്. വൈദ്യുതി വിതരണം ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നിലച്ചിരിക്കുകയാണ്. കാറ്റ് മൂലമുണ്ടായ ദുരിതങ്ങൾ കേബിൾ TV മേഖലയെയും സാരമായി ബാധിച്ചു. മരങ്ങൾ കടപുഴകിയത് കാരണം പ്രധാന റോഡുകളിലടക്കം ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾക്ക് മുകളിലേക്കും മരങ്ങൾ വീണ് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്നലെയുണ്ടായ അതിശക്തമായ കൊടുങ്കാറ്റിൽ വൈക്കം, കടുത്തുരുത്തി, മുളക്കുളം, വെള്ളൂർ പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപ KSEBിക്ക് തന്നെ നഷ്ടം വന്നിട്ടുണ്ട്. ആപ്പാഞ്ചിറ, പൂഴിക്കോട്, മാനാട്ട് ജോർജിന്റെ പുരയുടെ മുകളിലേക്ക് വടക്കേ വെട്ടുകുഴിയിൽ ജോർജിന്റെ വലിയ തേക്കുമരം കടപുഴകി വീണു. ഏകദേശം 5ഓളം തേക്കുമരങ്ങൾ ഈ വീടിന് ഭീഷണിയായി സമീപ പറമ്പിൽ നിൽക്കുന്നുണ്ട്. നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടും വെട്ടിമാറ്റാൻ നടപടിയുണ്ടാവാതിരുന്ന തേക്കാണ് വീടിന് മുകളിലേക്ക് വീണത് എന്ന് ജോർജ് ദൃശ്യാന്യൂസിനോട് പറഞ്ഞു. വെള്ളൂർ പഞ്ചായത്ത് 8-ാം വാർഡിൽ ഇറുമ്പയം തെക്കേമലയിൽ ജിബിന്റെ എട്ടിക കാറിന് മുകളിൽ തേക്കുമരം കടപുഴകി വീണു. വർക്കി ചെമ്പോത്താനയുടെ വീടിന് മുകളിലും പെരുന്തട്ട് കുളത്തിങ്കൽ രാജമ്മ എന്നിവരുടെ വീടിന് മുകളിലും മരം വീണ് ഇന്റർനെറ്റ് കേബിളിനും ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെയുള്ളവയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ നവകേരള സദസ്സിൽ ഞാൻ പരാതി കൊണ്ടുവന്നു. അയൽവക്കക്കാരൻ്റെ
മരങ്ങളെല്ലാം എൻ്റെ പേരയുടെ പക്കത്തേക്ക് നിൽക്കുകയാണ്. അത് വെട്ടാനായിട്ട് നടപടികൾ സ്വീകരിക്കാനായിട്ട് പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് ആരും അനങ്ങിയിട്ടില്ല. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. അത് കണ്ട് ഈ മരവെള്ളം വീണിരിക്കുന്നു. എനിക്ക് വാട്ടർ ടാങ്കും ഷീറ്റും നഷ്ടമായിരിക്കുന്നു. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. പറയാമോ? നവകേരള സദസ്സിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ചങ്ങനാശ്ശേരി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി. വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നു വീണു. വീടുകൾക്ക് മേലും മരങ്ങൾ വീണു. പെരുന്ന, മലയക്കുന്ന്, ഇത്തിത്താനം, വാകത്താനം, മാടപ്പള്ളി, തൃക്കൊടിത്താനം, പായിപ്പാട്, കൂത്രപ്പള്ളി, നെടുങ്കുന്നം, പത്തനാട് പ്രദേശങ്ങളിൽ നിരവധി മരങ്ങൾ കടപുഴകി. നെടുങ്കുന്നം മണിമല റോഡിൽ പഞ്ചായത്ത് ജംഗ്ഷനിൽ തേക്കുമരം വീണ് വൈദ്യുതി ലൈനും ട്രാൻസ്ഫോർമറും തകർന്നു. മരച്ചില്ലകൾ പതിച്ച് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മിക്ക ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം മുടങ്ങി. നിലംപൊടിഞ്ഞ വട്ടക്കാവിൽ മാത്തുക്കുട്ടി, പാറക്കുഴിയിൽ ഷൈജു, ഐക്കുളം അജി ഡേവിഡ് എന്നിവരുടെ വീടിന് മുകളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി. പാല കടനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ മാണി സി കാപ്പൻ MLA സന്ദർശിച്ചു. മരം വീണ് വീട് തകർന്ന കടനാട് ഒട്ടുവഴിക്കൽ ഗംഗാധരന്റെ വീടും കൽക്കെട്ട് ഇടിഞ്ഞ് നാശമുണ്ടായ പങ്കജാക്ഷന്റെ വീടും റോഡിന്റെ തിട്ടയിടിഞ്ഞ് ലോറിയും മണ്ണുമാന്തി യന്ത്രവും മറിഞ്ഞ ചിറ്റേട്ട് സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ വീടും MLA സന്ദർശിച്ചു. ആവശ്യമായ സഹായം എത്തിക്കുവാൻ MLA ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബിനു വള്ളോംപുരയിടം, DCK മണ്ഡലം പ്രസിഡന്റ് സിബി അഴകൻപറമ്പിൽ, ജോയി കറയനാൽ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്തെ അങ്ങ് മാറിയാൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് സംവിധാനമുണ്ട്. സൂര്യക്കാട് സുരേഷന് മണ്ണ് സംരക്ഷണം ഗവൺമെന്റ് പറഞ്ഞു സർക്കാർ ഇതിനൊന്നും ചെയ്യുന്നില്ല. നിലവിൽ 2020 വരെയുള്ളത് കൊടുത്തു. അതിനുശേഷം പൈസ ആർക്കും കൊടുത്തിട്ടില്ല. 2020 മരങ്ങൾ പോയതും വീട് പോയതും എല്ലാം പൈസ കൊടുത്തു. അതിനുശേഷം കാശ് കൊടുത്തില്ല ആർക്കും. ഇത് അസസ് ചെയ്തിട്ടാൽ എപ്പോഴാണെങ്കിൽ കാശ് കിട്ടും. 14 കഴിഞ്ഞിട്ടാണ്. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമ്മേളനം സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന് തുടക്കമിട്ട് രാവിലെ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷന്മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സീറോ മലങ്കര സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാബ സന്ദേശം നൽകി. പൊതുസമ്മേളനത്തിൽ സീറോ മലബാർ മുൻ സഭാതലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സമ്മേളനം സീറോ മലബാർ സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പാലാ രൂപതയെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിശ്വാസത്തിൻ്റെ തനിമയുടെയും മേന്മയുടെയും ഇടമാണ്. വിശ്വാസത്തിലെ കലർപ്പില്ലാതെ സൂക്ഷിക്കാൻ, നമ്മുടെ പാരമ്പര്യങ്ങൾ അതിൻ്റെ പവിത്രതയിൽ സൂക്ഷിക്കാൻ പല രൂപത എന്നും നമുക്കൊക്കെ മുമ്പേ പറക്കുന്നൊരു പക്ഷിയാണ്. പല രൂപതയുടെ
അടയാള നക്ഷത്രത്തിൽ യാത്ര ചെയ്താലേ ആർക്കും വഴിതെറ്റില്ല. പാലാരൂപതയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധിയുടെ വെണ്മയാണ്. ഒരിക്കലും മിനിസ്ട്രി ഇൻഡസ്ട്രി ആക്കാത്ത ഒരിടമാണ് പാലാരൂപത. മിനിസ്ട്രി ഒരിക്കലും ഇൻഡസ്ട്രി ആക്കാൻ പാലക്കാട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശുശ്രൂഷകളുടെ കാര്യത്തിൽ, ഈവൻ മെഡിസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും there is a lot of similarity between ministry and industry. ബട്ട് ഒരിക്കലും കത്തോലിക്ക സഭ ഇൻഡസ്ട്രി അല്ല നടത്തേണ്ടത്, മിനിസ്ട്രിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ പലരും നമുക്കതിനെ മാതൃകയായിട്ടുണ്ട്. ഞാൻ മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രേക്ഷിതോന്മുഖതയുടെ ഒരു വലിയ ഇടമാണ് പാല. ഞാൻ ശംഷാബാദ് രൂപതയുടെ മെത്രാനായിരുന്ന സമയത്ത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ പോകേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും മലയാളി മിഷണറിമാരുണ്ടെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതലും മീനിച്ചിക്കാരാണ്, പാലക്കാരാണ്. യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാബ മുഖ്യപ്രഭാഷണവും പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആമുഖ പ്രഭാഷണവും നടത്തി. കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കത്തോലിക്ക ബാബ, കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി, CBCI പ്രസിഡന്റ് തൃശൂർ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത്, മന്ത്രി റോഷി അഗസ്റ്റിൻ, പാലാരൂപത മുൻ അധ്യക്ഷന്മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA, അസീറിയൻ സഭാ മെത്രാപ്പൊലീത്ത മാർ ഔഗൻ കുര്യാക്കോസ്, ജോസ് കെ മാണി MP, കുര്യാക്കോസ് മാർ സെവോറിയോസ്, ഫ്രാൻസിസ് ജോർജ് MP, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മെത്രാപ്പൊലീത്ത സിറിൽ മാർ ബസേലിയോസ്, മാണി സി കാപ്പൻ MLA, കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ടക്കാലക്കൽ, PC ജോർജ്, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, നിലക്കൽ മെത്രാപ്പൊലീത്ത ജോഷോ മാർ നിക്കോദമോസ്, ദക്ഷിണേന്ത്യൻ സഭയുടെ കിഴക്കൻ കേരള രൂപതര ബിഷപ്പ് റവറന്റ് VS ഫ്രാൻസിസ്, മാർ ജോസ് പുളിക്കൽ, ബിഷപ്പ് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ തെക്കിഞ്ചേരിക്കുന്നേൽ, മാർ ജോസഫ് സ്രാമ്പിക്കൽ, മാർ ജേക്കബ് അങ്ങാടിയത്ത്, മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, പാസ്റ്റർ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ KK ജോസ്, സിസ്റ്റർ മരീന ഞാറക്കാട്ടിൽ, ഷീബ ബിനോയ് പള്ളിപ്പറമ്പിൽ, പാലാരൂപത മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ദൃശ്യ ന്യൂസ്, പാല. കോട്ടയം ചിങ്ങവനത്ത് കാറും തടികയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ചിങ്ങവനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മാർത്താണ്ഡം സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്കും പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 12:30യോടെയായിരുന്നു അപകടം. അമിത വേഗതയിൽ കാർ ദിശ തെറ്റി ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കി. മരിച്ച വിജയകുമാർ ഇലക്ട്രീഷ്യനാണ്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വാർദ്ധക്യത്തിലും പൊതുനന്മയ്ക്കായി 73കാരന്റെ ഒറ്റയാൾ പോരാട്ടം. കടുത്തുരുത്തി വെള്ളാശ്ശേരി കാഞ്ഞിരത്തടത്തിൽ അപ്പു എന്നയാൾ പ്രായത്തിന്റെ അവശതകളൊന്നുമില്ലാതെ ആപ്പാഞ്ചിറ റോഡ് സൈഡിൽ ഓട ക്ലീൻ ചെയ്യുന്ന തിരക്കിട്ട പണിയിലാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും കടുത്തുരുത്തി ആപ്പാഞ്ചിറയിൽ കാഞ്ഞിരത്തടത്തിൽ അപ്പു എന്ന 73കാരൻ ആപ്പാഞ്ചിറ റോഡ് സൈഡിൽ ഓട ക്ലീൻ ചെയ്യുന്ന തിരക്കിട്ട പണിയിലാണ്. ഒറ്റ മഴയിൽ തന്നെ കോട്ടയം എറണാകുളം മെയിൻ റോഡിലും സമീപ വീടുകളിലും വെള്ളക്കെട്ട് സ്ഥിരം കാഴ്ചയാണ്. റോഡിന് ഇരുവശവുമുള്ള ഓട പ്ലാസ്റ്റിക് കുപ്പികളും ചെളിയും മറ്റ് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞ് മൂടിപ്പോയതിനാൽ ഒറ്റമഴയ്ക്ക് തന്നെ വെള്ളം കയറും. ഈ ഓടയാണ് ഈ വയോധികൻ ആരുടെ അടുത്തു നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ക്ലീൻ ചെയ്ത് വെള്ളം ഒഴുക്കി വിടുന്നത്. ആപ്പാഞ്ചിറ വെയിറ്റിംഗ് ഷെഡിൽ സമീപ പറമ്പിൽ നിന്ന് പച്ചിലകളും വള്ളിപ്പടർപ്പും പടർന്ന് ഇഴജന്തുക്കളുടെ താവളമായി മാറി എന്ന വാർത്ത ദൃശ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വാർത്ത ആരോ പറഞ്ഞറിഞ്ഞ് എത്തിയ അപ്പു ഷെഡെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി തുടച്ച് വൃത്തിയാക്കിയത് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും മറ്റും പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. ഇത് കോട്ടയം എറണാകുളം മെയിൻ റോഡാണ്. 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഈ ഒരു പ്രദേശം ഇപ്പോൾ ഒരു ജ്യേഷ്ഠൻ അവിടെ ഒരു ക്ലീൻ ചെയ്യുന്നുണ്ട്, റോഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് 10-75 വയസ്സോളം ഉണ്ട്. അദ്ദേഹം നിസ്സീമമായിട്ട് യാതൊരുവിധ ലാഭേച്ഛയും കൂടാതെ
ആരിൽ നിന്നും 10 പൈസ പ്രതീക്ഷിക്കാതെ അദ്ദേഹം കണ്ട ഒരു ശോചനീയാവസ്ഥ അദ്ദേഹത്തിൻ്റെ മനസ്സാതെ കൂടി പുള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആയുധം എടുത്തുകൊണ്ട് വന്ന് ക്ലിയർ ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ റോഡിൻ്റെ പാർശ്വവരങ്ങളിൽ സൈഡുകളിൽ ഓടയില്ലാത്തതിനാലും ഈ വെള്ളക്കെട്ട് ഇങ്ങനെ രൂക്ഷമായി ഈ കനാൽ റോഡിലൂടെ വെള്ളം ഒഴുകി ഈ റോഡ് നിറഞ്ഞ് ഈ റോഡ് ഇദ്ദേഹം കാണിക്കുന്ന നിസ്സീമമായ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയും ഇദ്ദേഹത്തെ കൂടുതൽ പ്രശംസിക്കുകയും ചെയ്യുകയാണ്. ഈ നാടിന് നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുള്ളി ആപ്പാന്തര വെയിറ്റിംഗ് ഷെഡും ബ്ലോക്ക് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡും കടുത്തുരുത്തിയിലെ മെയിൻ ജംഗ്ഷനിലുള്ള വെയിറ്റിംഗ് ഷെഡും എല്ലാം പുള്ളി സ്വയമേ ആരോടും ഒന്നും പറയാതെ അദ്ദേഹം നിസ്സീമമായി ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കണ ഒരു ചെറിയ മഴയാറ്റിയാലും ഇതേ മനുഷ്യൻ നടന്നു പോകാൻ മേല, വാഹനങ്ങൾക്ക് പോകാൻ മേല, വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതാരും ഒരു പഞ്ചായത്തോ അവരാരും തിരിഞ്ഞു നോക്കാറില്ല. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഞങ്ങളെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ശാസ്ത്രീയ പരിഹാരം കാണണം ഇവിടുത്തെ പഞ്ചായത്ത്. ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള ആ ചേട്ടൻ, നമ്മളൊക്കെ അച്ഛന്റെ പ്രായമുണ്ട്, പുള്ളി എല്ലാം ജീവൻ കളഞ്ഞാണ്. വാർദ്ധക്യമായ പക്ഷേ 75 വയസ്സുണ്ട്. ആ പുള്ളി സേവനം ചെയ്യുന്നത്, നാടിന് വേണ്ടി സേവനം ചെയ്യുന്നത് അദ്ദേഹത്തെ കണ്ട് എല്ലാവരും പഠിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഒറ്റയ്ക്കാണ് പുള്ളി അത് എല്ലാം. ഒരു ഓട കോട്ടയം മെയിൻ റോഡാ. ആപ്പാഞ്ചിറ, കടുത്തുരുത്തി പ്രദേശങ്ങളിലെ വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെയുള്ളവ കഴുകി വൃത്തിയാക്കി റോഡിന് ഇരുവശവുമുള്ള കാടും വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നതൊക്കെ സ്ഥിരം കാഴ്ചയാണെങ്കിലും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇതുപോലെയുള്ള മനുഷ്യരെയും കാണാതെ പോകരുത്. ന്യൂസ് ബ്യൂറോ, വൈക്കം. 2021 ഒക്ടോബർ 16 മഹാപ്രളയത്തിൽ ബലക്ഷയം സംഭവിച്ച ഇളങ്കാട് പാലം പുതുക്കിപ്പണിത് ജനങ്ങൾക്ക് താൽക്കാലികമായി തുറന്നുകൊടുത്തു. സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 2.5 കോടി രൂപ മുതൽ മുടക്കിയാണ് പാലം നിർമ്മിച്ചത്. അപ്രോച്ച് റോഡിന്റെയും മറ്റും പണികൾ പൂർത്തിയാകാൻ കാലതാമസം നേരിടുന്നതിനാൽ ജനങ്ങളുടെ യാത്രാ ദുരിതം കണക്കിലെടുത്താണ് പാലം താൽക്കാലികമായി തുറന്നു നൽകിയത്. ഇതോടെ ഇളങ്കാട് ടോപ്പ്, മ്ലാക്കര, വല്യേന്ത, മൂപ്പന്മല പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. ഇളങ്കാട് ടൗണിൽ ചേർന്ന യോഗത്തിൽ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലം അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പാലം ജനങ്ങൾക്കായി തുറന്നു നൽകി. ഇളങ്കാട് വാഗമൺ റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും 1 മാസത്തിനകം ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശുഭേഷ് സുധാകരൻ, പഞ്ചായത്ത് മെമ്പർമാരായ രജനി സുധീർ, PS സജിമോൻ, ജെസി ജോസ്, KN വിനോദ്, സിന്ധു മുരളീധരൻ, KS മോഹനൻ, MV ഹരിഹരൻ, PK സണ്ണി, TP റഷീദ്, MS മണിയൻ, VV സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി നിഷേധിക്കപ്പെട്ട ഒരു ദുസ്ഥിതിയിലാണ് ഈ നാട് കഴിഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്തും ഗവൺമെന്റും എല്ലാം മുൻകൈയെടുത്ത് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിന്റെ ഭാഗമായി ഈ ഇളങ്കാട് പാലം 2.25 കോടി രൂപ വിനിയോഗിച്ച് ഈ പാലം നിർമ്മാണം ഏതാണ്ട് അതിന്റെ പൂർത്തീകരണത്തിന്റെ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് സൂചിപ്പിച്ചതുപോലെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ തക്ക രീതിയിൽ ഇതിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടില്ല. ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ ഇനി അവശേഷിക്കുന്നുണ്ട്. അവസാനവട്ട പണികൾ പലതും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് അത്യാവശ്യം റോഡ് പാലം ഉപയോഗക്ഷമമായതോടുകൂടി, സഞ്ചാരയോഗ്യമായതോടുകൂടി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പരമാവധി വേഗത്തിൽ പൂർത്തീകരിക്കണം. കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ അടക്കമുള്ള ടാറിങ്ങൊക്കെ നമുക്ക് ഈ മഴയത്ത് നടത്താൻ കഴിയില്ല. അപ്പൊ അതടക്കമുള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധിച്ച് ഒരു സംരക്ഷണ വിധി ഇറിഗേഷൻ വകുപ്പിൽ അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ കെട്ടുന്നതിന് ഈ വെള്ളം അല്പം കുറയാതെ അതിന്റെ ഫൗണ്ടേഷൻ ഇടാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ പൂർത്തീകരണത്തിനുള്ളപ്പോഴും ആ പൂർത്തീകരണം പിന്നാലെ അനുയോജ്യമായ സാഹചര്യത്തോടു കൂടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക. ആപ്പാഞ്ചിറ പൂഴിക്കോലിൽ കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. കുഴിവേലി ജോയിയുടെ ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഏകദേശം 40-45 കിലോയോളം ഭാരമുള്ള പെരുമ്പാമ്പിനെ പുല്ല് ചെത്താൻ വന്ന അയൽവാസിയാണ് കണ്ടത്. ഉച്ചയ്ക്ക് 2:30 മണിയോടെയായിരുന്നു സംഭവം. പാമ്പിനെക്കുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു പറഞ്ഞപ്പോൾ വണ്ടി കട്ടപ്പുറത്താണെന്നും പാമ്പിനെ ഓടിച്ചുവിടാൻ പറഞ്ഞതായും സമീപവാസികൾ പറയുന്നു. പാറപ്പുഴയിലെ സർപ്പ ടീമിലെ ശ്രീകാന്ത്, ജോൺസൺ ഇറമ്പയം എന്നിവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി.
പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.